എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ സീക്രട്ട് ഓഫ് ശാസ്ത 13ാമത്തെ എപ്പിസോഡാണ്, അല്ലെങ്കിൽ 13ാമത്തെ ക്ലാസ്സാണ്. ഏവരെയും ഈ സുപ്രഭാതത്തിൽ ഈ ഒരു വിജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ പാലാഴി മദനാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ തത്വങ്ങൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പാലാഴി മദനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്കും ഇത് എത്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ അറിയണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാലാഴി മദനത്തെ തുടർന്ന് ഈ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന വസ്തുക്കളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ദൈവികമായ ദിവ്യത്വം പേറുന്ന അങ്ങനെയുള്ള ഉയർന്നു വന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ദേവന്മാരാണ് സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടത്. അതുപോലെ തന്നെ മോഹങ്ങളെ ജനിപ്പിക്കുന്ന, ഭ്രമങ്ങളെ ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും അസുരന്മാർ കൂടുതലും ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കാണാം, നമുക്ക് അങ്ങനെയാണ് അത് ഭാഗിച്ചിട്ടുള്ളത് കാണാം. അതായത് ഇപ്പോൾ ഉച്ചൈശ്രവസ് എന്ന കുതിര, 7 തലയുള്ള കുതിര, അതുപോലെ വാരുണി അല്ലേ, മദ്യം എന്ന ആ ഒരു തത്വത്തെ പേറുന്ന ആ ഒരു ഈശ്വരി. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നല്ലതായ ദൈവികമായ നന്മയുള്ള വശങ്ങളെ തേച്ചും ദേവന്മാർ സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം തിന്മ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മോഹങ്ങളെ ജനിപ്പിക്കുന്ന വസ്തുക്കൾ അസുരന്മാർ സ്വന്തമാക്കും. അതിനർത്ഥം നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മൾ ദേവത ഗണങ്ങളെ, ദേവന്മാരെ, അങ്ങനെയുള്ള പ്രകൃതങ്ങളെ അല്ലെങ്കിൽ ഗുണങ്ങളെ അനുവദിച്ചാൽ നമ്മൾക്ക് സമ്പത്തും ക്ഷേമവും നമ്മുടെ ജീവിതത്തെ പുൽകും. നേരെ മറിച്ചാണെങ്കിൽ മദ്യമോ മോശം ശീലങ്ങളോ ഒക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗമാക്കിയാൽ, നമ്മളുടെ വിധി എന്നാണ് നമ്മളതിനെ പറയുക അല്ലേ. മോശമായാൽ നമ്മളെന്ത് പറയും? വിധി എന്ന് പറയും. അപ്പോൾ അമൃത് കൊണ്ടുവന്നത്, ഈ ലോകത്തിന് സമ്മാനിച്ചതാരാണ്? ശരിക്കും ധന്വന്തരിയാണ്. ധന്വന്തരി എന്ന് പറഞ്ഞാലാണ് ഭിഷഗ്വരനാണ് അല്ലേ, ഡോക്ടർ, ദ വേൾഡ്സ് ഫസ്റ്റ് ഡോക്ടർ എന്നൊക്കെ വിളിക്കും, കോസ്മിക് ഡോക്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തത്വം, നമ്മുടെ ഈ ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അമൃതത്വം നേടണമെങ്കിൽ ആരോഗ്യം ഒരു പ്രധാനമായ ഒരു അവസ്ഥയാണ്. ആരോഗ്യമാണ് പ്രാഥമികമായി നമ്മുടെ ഉള്ളിലുള്ള അമൃതത്വം. അതിനെ സൂക്ഷിക്കാൻ പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരോഗ്യമാണ്. അപ്പോൾ ശരിക്കും അമൃതത്വത്തിൻ്റെ പ്രൈമറി ലെവലാണ് ശരിക്കും ഏറ്റവും അടിസ്ഥാന ഘടകം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലം ആണ് ശരിക്കും ആരോഗ്യം. അതിന് മുകളിൽ മാത്രമേ നമ്മൾക്ക് അമൃതത്വത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള അനാരോഗ്യകരമായ ഒരു ശരീരവ്യവസ്ഥ അമൃതത്വത്തിൻ്റെ അന്വേഷണത്തിൽ, ജീവിതത്തിൽ നമ്മൾ ഈ അമൃതത്വത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിർബന്ധം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളാരാണെന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. അപ്പോൾ അനാരോഗ്യകരമായ ഒരു ജീവിത ശൈലി നമ്മൾ ജീവിച്ചുകൂടാ അല്ലേ. ദേവി ഭാഗവത പുരാണത്തിൽ തന്നെ മറ്റൊരു കഥയിൽ ഈ പറയുന്ന ഉച്ചൈശ്രവസ് ലക്ഷ്മി ദേവിയുടെ ശാപത്തിന് കാരണമായി മാറുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സൂര്യപുത്രനായ രേവന്തൻ വിഷ്ണുവിനെ സന്ദർശിക്കാൻ വന്നു. രേവന്തൻ, ഈ പേരൊന്ന് ഓർത്തു വെക്കണം, കാരണം ഇത് ശാസ്താവുമായിട്ട് വളരെ ബന്ധമുള്ളൊരു പേരാണ്. അപ്പോൾ രേവന്തൻ വിഷ്ണുവിനെ സന്ദർശിക്കാൻ വന്നപ്പോൾ വിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒരു സംഭാഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവർ രണ്ടും കാര്യമായ എന്തോ ഡിസ്കഷനിലാണ്. അതിമനോഹരനായ ഉച്ചൈശ്രവസ് എന്ന കുതിരപ്പുറത്താണ് ആര് വന്നത്?
രേവന്തൻ. ആ കാഴ്ച കണ്ട് ലക്ഷ്മി ദേവി ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ വിഷ്ണുവിൻ്റെ ചോദ്യം അവൾ കേൾക്കാതെ പോയി, ഇതിൻ്റെ അട്രാക്ഷനിൽ മുഴുകിയിട്ട്. അപ്പോൾ വെള്ള കുതിരയുടെ ആകർഷകമായ സൗന്ദര്യത്തിലേക്ക് അവളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സംഭവം മഹാവിഷ്ണുവിനെ രോഷാകുലനാക്കി. ലക്ഷ്മിയെ അടുത്ത ജന്മത്തിൽ ഒരു പെൺകുതിരയായി ജനിക്കട്ടെ എന്ന് ലക്ഷ്മി ദേവിക്ക് ശാപമുണ്ടായി. അങ്ങനെ ലക്ഷ്മി തൻ്റെ പ്രവൃത്തിയിൽ കുറ്റക്കാരിയാണെന്ന് മനസ്സിലാക്കി അവൾ വിഷ്ണുവിനോട് മാപ്പ് പറയുന്നു. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സങ്കടം എന്തായാലും വിഷ്ണുവിന് ഈ പറയുന്ന പോലെ സ്വാധീനപ്പെടുത്തുമല്ലോ. അങ്ങനെ ശക്തനും മഹത്വവുമുള്ള ഒരു മകനെ പ്രസവിച്ച ശേഷം അവൾക്ക് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വരാൻ എന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ലക്ഷ്മി ഹേഹേയ എന്ന രാജവംശത്തിൽ ഈ പറയുന്ന പെൺകുതിരയായി ജനിച്ചു എന്നും, അപ്പം വിഷ്ണുവും ആൺകുതിരയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പേര്, കാർത്തവീര്യാർജുനൻ, ഒരിക്കലും രാവണനെ പരാജയപ്പെടുത്തിയ ആൾ. ആ ആളെയാണ് ലക്ഷ്മി ദേവി പ്രസവിച്ചത്. പുരാണങ്ങളിൽ ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞാൽ കുതിരകൾക്കിടയിൽ ഒരു വിലയേറിയ രത്നമാണ്. എല്ലാ അനുഗ്രഹീത സവിശേഷതകളുമുള്ള ഒരു സ്വർഗീയമായതും അതേപോലെ തന്നെ സ്വർഗീയ സൗന്ദര്യം, എല്ലാ പ്രായത്തിലും അപ്രതിരോധ്യം എന്ന്. അപ്പം കഥയുടെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഉച്ചൈശ്രവസ് കാരണമായിട്ട് ശാപം കിട്ടിപ്പോയി അല്ലേ, ആ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിട്ടാണ്. അപ്പോൾ അമൃതിനായിട്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു അല്ലേ. ധന്വന്തരി വന്നു, അമൃത കലശവുമായിട്ട് പുറത്തു വന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ഈ അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃതകുംഭവും തട്ടിയെടുത്ത് പോയി. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധത്തിൽ അത് കലാശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമൃതകുംഭത്തിനായുള്ള ഈ പോരാട്ടത്തിൻ്റെ ഇടയിലാണല്ലോ ഇത് സ്നാച്ച് ചെയ്തിട്ട് പോകുന്നത് ആര്, നമ്മുടെ ഗരുഡൻ. അപ്പോൾ ആ പോകുന്ന പോക്കിൽ ഈ അമൃതം 4 സ്ഥലങ്ങളിൽ ഭൂമിയിലേക്ക് പതിച്ചതായി പറയുന്നുണ്ട്. അത് അലഹബാദിലുള്ള പ്രയാഗ്, ഉത്തർപ്രദേശിലുള്ള, ഇന്ന് അതിനെ എനിക്കൊന്ന് പ്രയാഗ്രാജ് എന്ന് തിരിച്ച് നാമകരണം ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലുള്ള പ്രയാഗിൽ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുള്ള ഹരിദ്വാറിൽ, മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിൽ, അതുപോലെ മഹാരാഷ്ട്രയിലുള്ള നാസിക്, ഈ 4 സ്ഥലങ്ങളിൽ ഭൂമിയിൽ ഈ അമൃതത്തിൻ്റെ തുള്ളി, കാരണം ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ വീണു എന്ന് പുരാണത്തിലുണ്ട്. ഇക്കാരണത്താലാണ് ഓരോ 12 വർഷത്തിലും ഈ 4 സ്ഥലങ്ങളിലും കുംഭമേള ആഘോഷിക്കുന്നത് എന്നൊരു കാര്യം കൂടെ നമ്മളൊന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ദേവന്മാർ ഈ ഒരു കാര്യം നടന്നതിനെ തുടർന്ന് വിഷ്ണുവിനോട് അപേക്ഷിച്ചു. എന്താണ്, ഇതിപ്പം യുദ്ധം അവസാനിപ്പിക്കണം, ഈ അമൃതിനെ ചൊല്ലി ഇങ്ങനെ യുദ്ധം അവർക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അസുരന്മാർ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം വിഷ്ണു എന്ത് ചെയ്തു, സുന്ദരിയായ സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് അസുരന്മാരുടെ ശ്രദ്ധ പതറിക്കാൻ വേണ്ടിയിട്ട് മോഹിനി എന്ന രൂപം ധരിച്ചു. അവർക്കെല്ലാം അമൃത് നൽകുവാൻ വേണ്ടി ആ യുദ്ധത്തിൻ്റെ ശ്രദ്ധ തന്നെ തെറ്റിച്ച് അസുരന്മാരെ ഈ സൗന്ദര്യത്തിൽ ഭ്രമിപ്പിച്ച് അമൃത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നോളാം എന്ന കരാറിൽ മോഹിനി അത് സ്വീകരിച്ച്, അമൃതകുംഭം സ്വീകരിച്ച് അവർക്കെല്ലാം അമൃത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായി. അപ്പം അവളെന്ന് നമ്മളിവിടെ പറയുന്നത് മഹാവിഷ്ണുവിനെയാണ്. അപ്പോൾ മഹാവിഷ്ണു ആ ഒരു പൊസിഷനിലേക്ക് അമൃതം കൈക്കലാക്കി. അപ്പോൾ മോഹിനി എന്ത് ചെയ്യും, വളരെ തന്ത്രപൂർവം ദേവന്മാർക്കാണ് ആദ്യം വിളമ്പുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇതിൻ്റെ തത്വം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നിഷേധാത്മകമായ ഗുണങ്ങൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ഗുണങ്ങൾ, ഇവർ തമ്മിൽ അമൃതത്വത്തെ നേടാൻ പോരാടുകയാണ്. അതായത് അമൃതത്വം എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ലൈഫ് തരുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് സൈഡ് ഉള്ള എനർജീസ് അവരെന്താഗ്രഹിക്കും, എനിക്ക് ലൈഫ് ലോങ് ഇയാളുടെ ഉള്ളിൽ നെഗറ്റീവായി തന്നെ തുടരാൻ പറ്റണം. ഈ നെഗറ്റീവ്നെസ്സിന്
അന്ത്യമുണ്ടാവാൻ പാടില്ല. അതാണ് അവരെ സംബന്ധിച്ച് അമൃതത്വം. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള ദേവന്മാർ പോസിറ്റീവ് ഗുണങ്ങളും എന്തിൻ്റെ പോരാട്ടത്തിലാണ്? അമൃതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ദേവന്മാർക്കും എന്താണ് വേണ്ടത്? എൻ്റെ ജീവിതത്തിൽ മരണമില്ലാതെ അവർക്ക് തുടരാൻ വേണ്ടി പറ്റണം, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് അമൃതത്വം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരാണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അധികരിച്ചിട്ടുണ്ടാവും, എൻ്റെ പ്രകൃതമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഇവരുടെ വഴിയിൽ നമ്മളെ ഇവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. ഈ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പ്രാധാന്യം ഓർമ്മ വരുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് ദൈവത്തോടുള്ള സമർപ്പണം, കീഴടങ്ങൽ, അല്ലെങ്കിൽ ഭക്തി, പരിപൂർണമായ ഭക്തി, ഇത് സൂചിപ്പിക്കുന്ന ആളാണ് ഗരുഡൻ. ഗരുഡൻ എന്ന് പറഞ്ഞാലുള്ള തത്വം പൂർണ്ണ സമർപ്പണമാണ്. മഹാവിഷ്ണുവിൻ്റെ വാഹകനാണ് ആര്? അല്ലേ? ഗരുഡൻ. അതായത് നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിലേക്കുള്ള മുഴുവൻ സമർപ്പണം, ഭക്തി നമ്മളെ നേരിട്ട് വഹിച്ചു കൊണ്ടുപോകും. ആരുടെ അടുത്തേക്ക്? വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വഹിച്ചു കൊണ്ടുപോവുക ഗരുഡൻ. പക്ഷെ ഗരുഡൻ എപ്പോഴേ വഹിക്കൂ? സമർപ്പണം ഉണ്ടാവുന്ന സമയത്ത്. അത് അങ്ങനെ നമ്മളെ വഹിച്ചു കൊണ്ടുപോയാൽ ആ ചൈതന്യത്തിൻ്റെ അടുത്തേക്ക് എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? പൂർണ്ണ സമർപ്പണം, പൂർണ്ണ സമർപ്പണം, കംപ്ലീറ്റ് ഭക്തി, ഡിവോഷൻ, കീഴടങ്ങൽ, അല്ലേ? സറണ്ടറിങ്. ആരുടെ മുമ്പിലാണ് സറണ്ടർ ചെയ്യുന്നത്? ഈശ്വരീയ തത്വത്തിന് മുമ്പിലാണ് സറണ്ടർ ചെയ്യുന്നത്. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന നിമിഷം നമ്മളെ വഹിച്ചും കൊണ്ട് ആര് പോകും? ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ അമൃതത്വത്തെ കണ്ടെത്തുമ്പോൾ പോലും ഈ പറയുന്ന നമ്മളിൽ ഉണ്ടായിക്കൊള്ളേണ്ട ഗുണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മളിൽ ഗരുഡൻ ആയി സമർപ്പണമോ ഭക്തിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അസുരൻ, നമ്മുടെ അമരത്വം അല്ലെങ്കിൽ അമൃതത്വം നമ്മളിൽ നിന്ന് തട്ടിയെടുത്ത്, ദേവന്മാരുടെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്ത് നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ അമൃത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും തയ്യാറാവണം. അപ്പോൾ ഇത് തയ്യാറാണോ എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, പരിശോധിക്കുന്നതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ശല്യപ്പെടുത്തലുകൾ. അതാണ് മോഹിനി രൂപം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. മോഹിനി അല്ലാതെ നമ്മൾ ഇന്ന് മോഹിനി രൂപത്തൊക്കെ പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്കത് ഇന്നും ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയത്ത് സങ്കടം വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇതിന് മറുപടി പറയാൻ എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ഈ പറയുന്ന പോലെ ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ മിഷനറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾ ശ്രീകൃഷ്ണനെ കുറിച്ച് വളരെ നികൃഷ്ടമായ സംശയമാണ് എന്നോട് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ മോഹിനി രൂപത്തെക്കുറിച്ച്, അയ്യപ്പൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിരന്തരം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, പിന്നീട് ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത്, ഇതൊന്നും അവൻ്റെ അന്നത്തെ ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങളല്ല, ബട്ട് സ്പെസിഫിക്കലി ടാർഗറ്റഡ് ആയി വേറെ ആരോ പറഞ്ഞു കൊടുത്ത ചോദ്യം, ആ കുഞ്ഞു മനസ്സിൽ കുത്തിവെച്ച് കൊടുത്ത ചോദ്യം അവൻ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ന് എനിക്ക് അയാളോട് സഹതാപമാണ് ഉള്ളത്, പക്ഷേ ഇന്നും സുഹൃത്താണ്, വളരെ നല്ല സുഹൃത്താണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഇങ്ങനെയുള്ള ഈ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ അറിയണം. അല്ലെങ്കിൽ അത് നമ്മൾ മ്ലേച്ഛമായിട്ടാണ്, ഇപ്പോൾ ശ്രീകൃഷ്ണനൊക്കെ ഒരു പരിധി വരെ വളരെ മ്ലേച്ഛമായിട്ടാണ് ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കുറേ പോർട്രയൽസ് ആണ്. നമ്മൾക്കത് അറിയാത്തതുകൊണ്ട് നമ്മളത് സത്യമാണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ മോഹിനി എന്താണ്? നമ്മൾ അമൃതത്വം നേടാൻ വേണ്ടിയിട്ട് സമർപ്പണമായ മനസ്ഥിതി ഉണ്ടോ, നമ്മൾക്ക് പൂർണ്ണമായി കീഴടങ്ങാനുള്ള സന്നദ്ധതയുണ്ടോ, ഭക്തിയുണ്ടോ എന്ന് ദൈവം നമ്മളെ പരിശോധിക്കുന്നതാണ് മോഹിനി രൂപം. ഡിസ്ട്രാക്ഷൻസ്, ലൈഫിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ് ശരിക്കും മോഹിനി. അസുരന്മാർ ഈ പറയുന്ന പോലെ അമൃത് കൈ കിട്ടിയിട്ടും അവർ മോഹിനിയിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോയതുകൊണ്ടാണ് അമൃതത്വം അവരിൽ നിന്ന് എടുത്തു പോയത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെ ഒരു യാത്രയിൽ എന്ത് പ്രോസസ്സിലും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി മോഹിനി സ്വരൂപമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ആ വരുന്ന സമയം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് എന്നെ ദൈവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹിനി രൂപത്തിൽ വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഗരുഡ തത്വമാണ് എടുക്കേണ്ടത്. മനസ്സിലായും? അപ്പം
ആസുരീകമായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ഗുണങ്ങളുള്ള ഒരാൾ ജീവിതത്തിൻ്റെ മിഥ്യാധാരണകളായ മോഹം എന്ന കെണിയിൽ തീർച്ചയായും വീണു. എൻ്റെ ഉള്ളിൽ ഈ പറയുന്ന അസുരന്മാരുടെ പ്രകൃതമാണ് വിളങ്ങി നിൽക്കുന്നതെങ്കിൽ, കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായും ഈ മോഹം എന്ന ഈ മോഹിനിയുടെ കെണിയിൽ ഞാൻ പെട്ടു. മനസ്സിലായി? അതെന്താണ്? മിഥ്യാധാരണകളാണ്. ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ എനിക്ക് ഉണ്ടാവുന്ന തെറ്റായ ധാരണകളാണ് ശരിക്കും മോഹം, മോഹിനി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതിനാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മിഥ്യാധാരണകളിലൂടെ കഴിയുന്നത്ര വേർപിരിഞ്ഞ് കടന്നു പോകണം. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ഒരു തന്ത്രമാണ് ഇത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. എന്നിട്ട് പൂർണ്ണമായി സമർപ്പിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ, പൂർണ്ണമായ ഭക്തിയോട് ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഗരുഡനായ ആ തത്വം നമ്മുടെ ഉള്ളിൽ ഉണർന്ന് അതെന്ത് ചെയ്യും? നമ്മളെ വഹിക്കും. ഗരുഡൻ വാഹകനാണ് മഹാവിഷ്ണു തത്വത്തിൻ്റെ. ആ വിഷ്ണു തത്വത്തിങ്കിൽ നമ്മളെ എത്തിക്കും. ഇനിയിപ്പോൾ കഥയുടെ മുൻപോട്ടുള്ള പോക്കിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, സ്വരഭാനു എന്ന അസുരൻ ദേവനായി വേഷം മാറി വന്ന് അമൃത് കുടിച്ചു. ഈ ദേവന്മാർക്ക് അമൃത് വിളമ്പുന്നതിനിടയിൽ ദേവനായി വേഷം കെട്ടി വന്ന് ഒരാൾ, അസുരന്മാരിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? ഈ അമൃത് കുടിച്ചു. അപ്പോൾ അവയുടെ പ്രകാശമായ അമൃതിൻ്റെ അമൃത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശം അല്ലേ, സ്ഫുരിക്കുന്നതാണ്, ജ്വലിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അമൃതിൻ്റെ വെളിച്ചത്തിൽ സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും ഈ ഒരാൾ ഇതിൻ്റെ അകത്ത് കടന്നുകൂടി ഈ അമൃതം നുകർന്നത് അവർ ശ്രദ്ധിച്ചു. അവരത് വിഷ്ണുവിൻ്റെ മോഹിനി സ്വരൂപത്തെ അറിയിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ അമൃത് രുചിച്ച് ആ അസുരൻ്റെ കണ്ടത്തിൽ നിന്ന് ഇത് ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്കും സുദർശന ചക്രം കൊണ്ട് ആ തല വെട്ടി ആ അസുരൻ്റെ. അന്ന് മുതൽ ആ വെട്ടിയ അസുരൻ്റെ തലഭാഗത്തെയാണ് നമ്മൾ രാഹു എന്നും ആ അസുരൻ്റെ ശരീരഭാഗത്തെയാണ് നമ്മൾ കേതു എന്നും, അല്ലെ ജ്യോതിഷത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, രാഹു കേതു. നമുക്ക് ഏറ്റവും പേടിയുള്ള രണ്ടാളാണ്. അവ പിന്നീട് നമ്മൾ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. ഇമാജിനറി ഗ്രഹങ്ങളാണത്, ടാഞ്ചിബിൾ അല്ല. അപ്പോൾ ഈ പുനരുജ്ജീവിപ്പിച്ച ദേവന്മാർ, അതായത് അമൃത് കുടിച്ചതിന് ശേഷം, അമൃത് പാനം ചെയ്തതിന് ശേഷം ദേവന്മാർ അമർത്യന്മാരായി. അങ്ങനെ ആ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതോടെ ഈ കഥ അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഈ രാഹു കേതുവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ചന്ദ്രൻ്റെ ഗ്രഹണസ്ഥാനങ്ങളാണ് ശരിക്കും എന്ത്? രാഹു കേതു എന്ന് വിളിക്കുന്നത്. തൻ്റെ പ്രതീകമായി രാഹു എന്ത് ചെയ്യും? ചന്ദ്രനെ വിഴുങ്ങും. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ രാഹുവിന് എന്താണ്? തലഭാഗം മാത്രമേ ഉള്ളൂ, ശരീരമില്ല. അപ്പോൾ രാഹുവിൻ്റെ കണ്ടത്തിൽ നിന്ന് ചന്ദ്രദേവൻ പുറത്തേക്ക് വരും. അങ്ങനെ ഗ്രഹണത്തിന് ശേഷം നമ്മൾ വീണ്ടും ചന്ദ്രനെ ആകാശത്ത് കാണുന്നു. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നതാണ് എന്ത്? ചന്ദ്രഗ്രഹണം. എന്നാൽ അത് പുറത്തേക്ക് വരുന്നതാണ് എന്ത്? വീണ്ടും ചന്ദ്രൻ്റെ ഉദയം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കഥയിൽ ഈ പറയുന്ന അമൃത് നുകരുന്നതും ഈ അസുരൻ്റെ തല വെട്ടുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തത്വങ്ങൾ. ചില അസുര ഗുണങ്ങൾ ദൈവത്തെ പോലെ വേഷം മാറി അതായത് ചില നെഗറ്റീവ് ഊർജങ്ങൾ, അവയുടെ ബാഹ്യ രൂപത്തിൽ നമ്മളത് പോസിറ്റീവായിട്ട് കാണും. അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നന്മയാണെന്ന് വിചാരിക്കും. എന്നാൽ അവരുടെ ഉള്ള് ശരിക്കും എന്താണ്? ആസുരികതയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലുള്ള ഗുണം, നന്മയുള്ള ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ഷമ എന്നുള്ളത് ദൈവികമായ ഗുണമാണ്, ദേവഗുണമാണ്. ഒരാൾക്ക് ക്ഷമയുണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ദേവഗുണമാണ് കേട്ടോ. അതുപോലെ സ്മാർട്ട്നെസ് ദേവഗുണമാണ്. അമിതമായ മര്യാദ അല്ലേ, ദേവഗുണമാണ്. അമിതമായ നല്ല മര്യാദ ദേവഗുണമാണ്. ആത്മവിശ്വാസം ദേവഗുണമാണ്. വിനയം ദേവഗുണമാണ്. മൃദുത്വം ദേവഗുണമാണ്. സഹിഷ്ണുത ദേവഗുണമാണ്. ഇങ്ങനെയുള്ള ദേവഗുണം പക്ഷെങ്കിൽ അമിതമായാൽ അത് അസുരൻ്റെ എഫക്റ്റാണ് നമ്മളിൽ വരുത്തുക. അമിതമായി ഒരാളോട് ക്ഷമിച്ചാൽ പ്രശ്നമാണ്. അമിതമായി ഞാൻ സ്മാർട്ടായാൽ പ്രശ്നമാണ്. അമിതമായ മര്യാദ എല്ലായിടത്തും കാണിച്ചാൽ അതും പ്രശ്നമാണ്. അമിതമായ ആത്മവിശ്വാസം കാണിച്ചാൽ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ഏത് യുദ്ധത്തിലാണെന്ന് ഞാൻ മറന്നുപോയി, എനിക്ക് തോന്നുന്നു സിറിയൻ യുദ്ധത്തിലോ പലസ്തീൻ യുദ്ധത്തിലോ ഏതോ ഒരു യുദ്ധത്തിലാണ്, ഞാൻ മറന്നുപോയി ഏതാണ് യുദ്ധം. അതിൽ ഒരു
പലായനം, കൂട്ടപലായനം ചെയ്യുന്ന സമയത്ത് റഷ്യ, എനിക്ക് തോന്നുന്നു ഇറാഖിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇറാഖിലോ സിറിയയിലോ, അവരവിടെ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത്, അമേരിക്കൻ ആർമി പിൻവാങ്ങുന്ന സമയത്ത് പലായനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി ഒരു വിമാനം അയച്ചു കൊടുത്തപ്പം സ്ഥലം തികയാതെ വിമാനത്തിൻ്റെ ചിറകിനടിയിലും അതിൻ്റെ ആ ലാൻഡിങ് ടയേഴ്സിൻ്റെ അടിയിലൊക്കെ അള്ളി പിടിച്ച് ജനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം. വളരെ അത് ഹൃദയഭേദകമാണ് ശരിക്കും. ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അപ്പോൾ എത്രയോ ആളുകൾക്ക് വിമാനത്തിൽ കയറാം. അപ്പം ഇവിടെ ചിലപ്പം മര്യാദ എന്താണ്, നമ്മൾ ക്യൂ നിന്ന് കയറണം എന്നുള്ളതാണ് മര്യാദ. എന്നാൽ ഈ അമിത മര്യാദ, അതായത് അവസാന നിമിഷം എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസിൽ പോലും ഞാൻ അമിതമായ മര്യാദ കാണിച്ചാൽ ചിലപ്പോൾ എന്താണ്, എനിക്ക് ആ ചാൻസ് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല. ന്യായമായ മാർഗത്തിൽ ഒരാളെ തള്ളിയിട്ടിട്ടോ കൊന്നിട്ടോ അത് ചെയ്യണം എന്നല്ല, പക്ഷേ അമിതമായ മര്യാദ നമ്മളെ, അതുപോലെ തന്നെയാണ് ഈ ഗുണങ്ങളെല്ലാം. അമിതമായി ക്ഷമിച്ചാലും നമുക്ക് ഇടങ്ങാറുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. അമിതമായി സ്മാർട്ടായാലും തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ എന്ത് ദേവഗുണങ്ങളും നമ്മൾ ബാഹ്യരൂപം, അത് അമിതമായാൽ പെട്ടെന്ന് ബാഹ്യരൂപത്തിൽ നോക്കുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും, അത് നല്ലതാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നമ്മൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ അമിത മര്യാദയൊക്കെ നമ്മളെ ദുർബലനാക്കും. അപ്പോൾ ക്ഷമിക്കുന്നത് ദൈവികമാണ്, എന്നാൽ അമിതമായി ക്ഷമിക്കുന്നത് നമ്മളെ ചൂഷണം ചെയ്യപ്പെടാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ ഗുണങ്ങൾ ജീവിതത്തിൽ അമിതമായാൽ മറ്റ് തിന്മകളെ പോലെ തന്നെ വിനാശകരമാണ്. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠാണിത്. ഇത് വലിയ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ്. അറിവിൻ്റെ തിളക്കം, പക്ഷെ അറിവിൻ്റെ തിളക്കം എന്നതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് അവയെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും അയാളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്, അറിവിൻ്റെ സഹായത്തോടെ. അറിവിൻ്റെ സഹായത്തോടെ ഇങ്ങനെ ഡിസ്ഗൈസ് ആയിട്ട് വരുന്ന ക്വാളിറ്റീസിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മളെ ബാധിക്കുന്നതിൽ നിന്ന് നമ്മൾ തടയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് സൂര്യനെയും ചന്ദ്രനെയും പോലെയുള്ള പ്രകാശമുള്ള വസ്തുക്കളെ ആത്മാവിന് വെളിച്ചമായ അറിവിൻ്റെ വിതരണക്കാരായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. സൂര്യനും ചന്ദ്രനും ആരാണ് ശരിക്കും? സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മചൈതന്യത്തെ നിലനിർത്തുന്നതാണ്, ആത്മചൈതന്യത്തിൻ്റെ കാരകനാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് അറിവിലൂടെ അല്ലെങ്കിൽ അറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? ഈ പറയുന്ന അറിവിൻ്റെ വെളിച്ചത്താലാണ് നമ്മൾ ഈ രാഹുക്കളെയും കേതുക്കളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ യഥാർത്ഥ ധാർമ്മികതയും, പക്ഷെ ധാർമ്മികതയുടെ വേഷം ഇട്ട് തെറ്റായ തിന്മകൾ വരുന്നതിനെയും നമ്മൾക്ക് അറിയാനുള്ള കഴിവ്, അത് അറിവിനാൽ മാത്രമേ സഹായകമാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറിവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മബോധം രാഹുവിനെയും കേതുവിനെയും പോലെ വേഷം മാറി ആസുരീകമായി നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇവരെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ശക്തിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ധർമ്മബോധം, അതുപോലെ മനസ്സിൻ്റെ ശക്തി, അറിവ്. ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട തത്വം. അപ്പം ഈ പറയുന്ന കാര്യം ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ ഒരു കോൺഷ്യസിൻ്റെ ഒരു എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ട് ഭീഷണിയാണ് ആര്? രാഹുവും കേതുവും. അപ്പോൾ രാഹു കേതു സൂര്യനെയും ചന്ദ്രനെയും ഇടയ്ക്കിടെ ഗ്രഹണം ചെയ്യുന്നു അല്ലേ? ഈ നമ്മളെ തന്നെ അതാണ് വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹണം ചെയ്യുക. യഥാർത്ഥത്തിൽ അമൃത തത്വത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന നമ്മൾ ഒടുവിൽ നമ്മളെ രാഹുവും കേതുവും ഉപദ്രവിക്കും. വേഷൻ മാറി അസുരന്മാർ എന്നുള്ള രീതിയിൽ അറിവിൻ്റെ വെളിച്ചത്തിൽ നോളജ് ഉപയോഗിച്ച്, വിസ്ഡം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ നേരിടണം. അതായത് ജീവിതത്തിൽ നമ്മൾ ഓരോ ഹൈറ്റ്സ് കോൺകർ ചെയ്യുമ്പോഴും, ദേവതാ ഗുണം ഞാൻ സ്വന്തമാക്കുമ്പോഴും, ജീവിതത്തിൽ ഉയർന്ന് ഞാൻ വരുന്ന സമയത്തും എന്നെ ഡിസ്ഗൈസ് ചെയ്ത് വന്നിട്ട് ഞാൻ എനിക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ അറിവിൻ്റെ പ്രകാശം കൊണ്ട്, ജ്ഞാനപ്രകാശം കൊണ്ടാണ് ഇവരെ ഒഴിവാക്കേണ്ടത്. വലിയൊരു സന്ദേശമാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ജീവിതത്തിൽ പഠിക്കണം, നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന അസുരന്മാരായ രാഹുവും കേതുവും നിഷേധാത്മകമായ കാര്യങ്ങളുടെ ഒരു പ്രതീകമാണ്, ഐക്കണാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിബദ്ധതയുടെയും വ്യക്തതയുടെയും പ്രതീകങ്ങളായ പ്രകാശമാനമായ സൂര്യനും ചന്ദ്രനും ഏറ്റവും ഭീഷണിയായിട്ടുള്ളത് ഇവർ രണ്ടുമാണ്. ഡിസ്ഗൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന ആൾക്കാർ.
അതിനിപ്പോൾ ഒരു കൂട്ടുകെട്ടാവാം, ഒരു റിലേഷൻഷിപ്പ് ആവാം, എന്ത് വേണേലും ആവാം. പക്ഷെ അതിൽ അറിവ് കൊണ്ട് നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റി വയ്ക്കാൻ വേണ്ടി സാധിക്കണം. ഇതാണ് നമുക്ക് ഏറ്റവും നമ്മൾക്കുള്ള ജീവിതത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നോക്കൂ, വെറും എന്തോ കഥ എന്ന് മാത്രം ധരിച്ചു വെച്ച പാലാഴി മദനം ഇപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ തത്വം പറഞ്ഞു തന്നു. ഈ തത്വമൊക്കെ ഈ 41 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വീണ്ടും മദനം ചെയ്യണം. എൻ്റെ ലൈഫിൽ ഈ 41 ദിവസം ഞാൻ യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്ത് ഇതിനൊക്കെ ഒന്നുകൂടെ തിളക്കം വരുപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് എനിക്ക് ഉയർന്നു പോവാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപാസന സഹായിക്കണം. ശബരിമലയിൽ മാല ഇടുന്നതോടുകൂടി രാവിലെ എണീറ്റ് ശരണം വിളിക്കുക, വൈകിട്ടും ശരണം വിളിക്കുക, ഭക്ഷണം പച്ചക്കറി തിന്നുക, ഇതോടുകൂടി ശബരിമലയിൽ 41 ദിവസം കഴിഞ്ഞ് കെട്ടുനിറച്ച് പോവുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഉപാസനയുടെ സാധനയുടെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് അറിയിക്കണം. നമ്മുടെ തറവാടുകളിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയാകുമ്പോഴെന്തായി, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് നല്ല ബോധം ഉണ്ടാവും നമ്മൾ ആരാണ് എന്നുള്ളത്. എൻ്റെ തറവാട്ടിലുള്ള ആളുകൾക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടാവും. സൂര്യനെയും ചന്ദ്രനെയും പോലെ അറിവുണ്ടാവും. ആ വെളിച്ചത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത രാഹുകേതുക്കളെ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ലൈഫിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസ്, മോഹിനി അല്ലേ, അതിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. വിഷ്ണു തത്വത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ആ മോഹിനിയെ ത്യജിച്ചു കഴിഞ്ഞാൽ ഗരുഡൻ്റെ പുറത്തേറി എനിക്ക് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകാൻ സാധിക്കും. ഇതൊക്കെ ഈ തത്വമൊക്കെ നമ്മൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വായിച്ചു നോക്കണം, പാലാഴി മദനൊക്കെ. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ ഓർമ്മ വരണം, ഇതൊക്കെയാണല്ലോ ഈശ്വര എന്ന് ഓർമ്മ വരണം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ വെളിച്ചം ലഭ്യമാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ പല സ്ഥലത്തും തോറ്റുപോയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇനിയുള്ളത് നമുക്ക് ഈ പാലാഴി മദനത്തിൻ്റെ കഥ ഏകദേശം നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഭാവാർത്ഥം, ആ ടോട്ടൽ പ്രോസസ്സിൻ്റെ ഒരു ഭാവാർത്ഥമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമുദ്രമദനത്തിൻ്റെ ഭാവാർത്ഥം എന്താണ്? നല്ല ഗുണങ്ങൾക്കും ചീത്ത ഗുണങ്ങൾക്കും ഇടയിൽ ഉള്ള വ്യക്തി അല്ലേ, അല്ലെങ്കിൽ ഇടയിലുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ നന്മയും തിന്മയും ഏതാണ് വേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദൃഷ്ടാന്തപരമായ ഒരു പ്രോസസ്സാണ് ശരിക്കും എന്ത്, പാലാഴി മദനം അല്ലെങ്കിൽ സമുദ്രമദനം. അതിൽ എന്തൊക്കെയാണ്? ഈശ്വരൻ എല്ലാവരുടെയും ഇച്ഛാസ്വാതന്ത്ര്യം സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വിൽ പവർ തന്നിട്ടുണ്ട്. തുടക്കത്തിൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വന്തം പാത നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാൻ തുല്യമായ അവസരം നൽകുന്നു. ഇതാണ് പാലാഴി മദന സമയത്ത് ഭഗവാൻ വിഷ്ണു കൂർമാവതാരം എടുത്ത് പ്രതിനിധീകരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഈ പ്രോസസ്സ് ഇച്ഛാശക്തിക്ക് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കൂർമാവതാരം. അതുപോലെ നല്ല ഗുണങ്ങളാണ് സുരന്മാരും, അതായത് ദേവന്മാർ, മോശം ഗുണങ്ങളാണ്, തിന്മകളാണ് അസുരന്മാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ പാലാഴി മദന സമയത്ത് വാസുകി എന്ന സർപ്പത്തിൻ്റെ വാൽഭാഗം ദേവന്മാരും, അത് നല്ല ഗുണങ്ങളുള്ള ഒരാൾ. പിന്നെ അങ്ങനെ ആ വാൽഭാഗം സ്വീകരിക്കുന്ന ആൾ ജീവിതത്തിൽ ശരിയായ പാതയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അസുരന്മാരെന്നുള്ളത് തലഭാഗത്താണ് ഉള്ളത്, പാമ്പിൻ്റെ അല്ലേ. അവിടെ നിന്നാണ് വിഷവും അല്ലേ, തീ തുപ്പുന്ന ആ പുകയും ഒക്കെ വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് മോശം ഗുണങ്ങളുള്ള ഒരാൾ അയാളുടെ ജീവിതത്തിൽ തെറ്റായ പാതയിലാണെന്നും ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും അയാൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അയാൾ തിരക്ക് കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അത് അടിവരയിട്ട് പറയാട്ടോ. അതായത് തലഭാഗത്ത് നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാലാഹല വിഷം, മരണഭയം അല്ലേ, അതുപോലെ അവ്യക്തത, ആ പുക വരുന്നത്. ആദ്യം പുക വന്ന് പിന്നീടാണ് മരണഭയം വരുന്നത്. അപ്പോൾ അവ്യക്തത ആദ്യം വരും, പിന്നീട് മരണഭയം വരും. അപ്പോൾ ഇങ്ങനെ ഈ മരണഭയത്തിന് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കും. നമ്മളെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, സെറ്റിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഓട്ടത്തിനിടയിൽ നമ്മൾക്ക് ജീവിതത്തിൻ്റെ അമൃതത്വം മറന്നുപോകും. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം ഓൾവേസ് തെറ്റായ ദിശയിലേക്ക് പോകും. ജീവിതത്തിൻ്റെ പ്രൈമറി ആയ കാര്യങ്ങൾക്ക് പോലും അയാൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറയുക, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും.
തിരക്ക് കൂട്ടി ജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും അത്. അതുപോലെ തന്നെ പരമശിവൻ്റെ ഹാലാഹല വിഷം സ്വീകരിക്കുന്നത് അതെന്താണ്? 2 കാര്യം അതിൽ നിന്ന് ആലോചിക്കാം. മരണം എന്ന സത്യത്തെ നമുക്ക് പവിത്രതയോടുകൂടി സ്വീകരിക്കാം. പിന്നെ വേറൊരു തത്വം എന്താന്ന് പറഞ്ഞാൽ, ദൈവം നമ്മൾ ഒരു അപകട സന്ധിയിൽ ഉണ്ടാവുമ്പോൾ, ഈശ്വരൻ നമ്മളൊരു അപകട സന്ധിയിൽ പെട്ടിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അരാജകത്വത്തിലായിരിക്കുമ്പോൾ ഈ ദൈവം നമ്മളെ സംരക്ഷിക്കും. ആ സമയത്ത് ആ വ്യക്തി നല്ലവനാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കില്ല. കാരണം എന്താ? ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരന് മുമ്പിൽ നല്ലതോ ചീത്തയോ എന്നുള്ള വേർതിരിവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെമിറ്റിക് മതങ്ങൾ മുഴുവനും പാപിയായ ഞാൻ, അല്ലെങ്കിൽ സ്വർഗം നരകം ഈശ്വരൻ ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭാരതം പറഞ്ഞത് എന്താണ്? ഈശ്വരനാണോ? അവൻ ഒരൊറ്റ ഗുണമുള്ളൂ, എന്താ? എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. അത് നല്ലതാണോ എന്ന് നോക്കിയിട്ടല്ല ചേർത്ത് പിടിക്കുക. അതാണ് ഈശ്വര ഗുണം. അതുകൊണ്ടാണ് ഹാലാഹല വിഷം വന്ന സമയത്തും ഈ പ്രപഞ്ചത്തിന്, അല്ലേ, ഒരാളുടെ ജീവിതത്തിന് അത് നന്മയാണ് ആവശ്യം, അവിടെ വിട്ടാൽ അയാൾ തന്നെ ഇല്ലാണ്ടാവും എന്ന് കരുതി ഈശ്വരൻ തൻ്റെ കണ്ടത്തിൽ അത് സ്വീകരിച്ചു, ആളിനെ ചേർത്ത് വെച്ചു തന്നിലേക്ക്. അപ്പം ഇത് നമ്മൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഈശ്വര തത്വത്തിൻ്റെ മഹിമയാണ് ശരിക്കും. പിന്നെയുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ ആ പാലാഴി മദനത്തിൽ നിന്ന് വന്ന വസ്തുക്കൾ, അതിൽ കാമധേനു, കൽപ്പവൃക്ഷം, അല്ലേ, അപ്സര സ്ത്രീകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉച്ചൈശ്രവസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നല്ല ഗുണങ്ങളുള്ള ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ന്യായമായ കാര്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഈ ജീവിതം നമ്മൾക്ക് തരുന്ന ഒരുപാട് ഭ്രമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് കൺവീനിയൻസ് നമുക്ക് ജീവിതം തരും. അതുപോലെ നമ്മൾക്ക് സ്ഥായിയായി സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാനുള്ള കുറേ വസ്തുക്കളും തരും. അപ്പം ബുദ്ധിയുള്ള ആൾ, അല്ലെങ്കിൽ ദേവഗുണമുള്ള ആൾ, നന്മയുള്ള ആൾ ഓൾവേസ് അങ്ങനെയുള്ള എന്താ പറയുക, നല്ല ഒരാൾ ന്യായമായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുമ്പോൾ അപ്പുറത്ത് അങ്ങനെ സ്വീകരിക്കുന്ന ആൾക്ക് എന്തുണ്ടാവും? അവർക്കും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റുള്ളവർക്കും, അവരുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിനും എപ്പോഴും പ്രയോജനകരമായ ഒരു വ്യക്തിയായിട്ട് അയാൾ ജീവിക്കും. എന്നാൽ നേരെ മറിച്ച് അപ്പുറത്ത് ഭ്രമമുള്ള വസ്തുക്കൾ, അതായത് ഉച്ചൈശ്രവസിനെ, അല്ലേ, സൗന്ദര്യത്തിൻ്റെ പിന്നിലെ പോവുക, അതുപോലെ വിലയേറിയ ആഭരണങ്ങൾ, ഭ്രമത്തിൻ്റെ പിന്നിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള സെലക്ഷൻ നടത്തുന്ന ഒരാൾ ഓൾവേസ് അത്യാഗ്രഹം ഉണ്ടാവും അയാൾക്ക്, അഹങ്കാരം, അധികാരമോഹം, ഇതിനൊക്കെ ഇരയായി പോകും അയാളുടെ പേഴ്സണാലിറ്റി. അതെപ്പോഴും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ അത് എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്കോ പ്രയോജനകരമായ ഒന്നും, അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളുടെ നന്മ ചിന്തിക്കില്ല, അല്ലേ. സ്വാർത്ഥനായ ഒരാൾ അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല, ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കില്ല, കുലത്തെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത് എന്തും ന്യായമായി തിരഞ്ഞെടുക്കണം. നമ്മൾ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ഫെസിലിറ്റീസ് ഉണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് ന്യായമായത് മാത്രമേ ഞാൻ സ്വീകരിക്കാൻ പാടുള്ളൂ. എനിക്കും എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും ഗുണകരമായത് മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ളത് എൻ്റെതല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അതിന് കൂർമ്മത്തിൻ്റെ ഈ പറയുന്ന കൂർമ്മ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കൂർമ്മ ബുദ്ധി അതെന്താ? അത് ഈ പറഞ്ഞതാണ്. ഇച്ഛാശക്തിയെ നിവർത്തി ഇൻ്റലക്റ്റിനെ ദൈവീകമായതും ആസുരീകമായ ഗുണങ്ങളെ കൊണ്ട് കടഞ്ഞ് ഇൻ്റലക്റ്റിനെ യൂസ് ചെയ്ത് വിൽ പവറിനെ സ്റ്റഡിയാക്കി നിർത്തി സുഖദുഃഖങ്ങളാകുന്ന ജീവിതത്തിൽ യാത്ര ചെയ്യുക. അതാണ് കൂർമ്മബുദ്ധി. അതാണ് നമ്മൾ കൂർമ്മബുദ്ധി. അവന് ഭയങ്കര കൂർമ്മബുദ്ധിയാണല്ലേ, അവൾക്ക് ഭയങ്കര കൂർമ്മബുദ്ധി എന്ന് പറയുന്നില്ലേ. ഞാൻ അതാണ് പറഞ്ഞത്, ഓരോ പദം നോക്കൂ, കൂർമ്മബുദ്ധി. നമ്മൾ ഇതുവരെ അത് വിശകലനം ചെയ്യാത്തതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒന്ന് പറയണേ? വിഷ്ണു കൂർമ്മൻ, അപ്പോൾ എന്താണ് ഇങ്ങനെ കൂർമ്മ? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ എവിടുന്ന് പഠിച്ചെടുക്കും? നിങ്ങളല്ലാതെ വേറെ വഴി അവർക്കില്ല. അതുകൊണ്ട് അത് ചിന്തിക്കുക. അതുപോലെ തന്നെ ലക്ഷ്മി, അല്ലേ, ഉയർന്നു വന്ന, അല്ലേ, ദീപാവലി നമ്മൾ പറഞ്ഞില്ലേ, ദീപാവലി ഉയർന്നു വന്ന ലക്ഷ്മി വിഷ്ണുവിനെയാണ് വിവാഹം കഴിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ശരിക്കും? സമ്പൽ സമൃദ്ധി എന്നിവ അത് സംരക്ഷിക്കുകയും വിവേകത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ കൈകളിൽ മാത്രമേ നിലനിൽക്കൂ. വിഷ്ണു എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സമൃദ്ധി ആരുടെ കയ്യിലാണ് പോകേണ്ടത്? നിലനിർത്തുവാൻ സാധ്യതയുള്ള ആളുടെ കയ്യിലാണ്, അല്ലേ. പ്രപഞ്ചം നിലനിർത്തുന്ന ശക്തിയാണ് നമ്മൾ മഹാവിഷ്ണു എന്ന് വിളിക്കുന്നത്. അപ്പം പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി ആരുടെ കൈകളിലേക്ക് ആയിരിക്കണം? മഹാവിഷ്ണുവിൻ്റെ. അപ്പം നമ്മൾ
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അയാൾക്ക് നിലനിർത്താനുള്ള ശക്തി ഉണ്ടോ? നമ്മൾ പറയാറില്ലേ, കുടുംബം പുലർത്താനുള്ള കഴിവുള്ളവനെ പുലർത്താൻ ശ്രദ്ധിക്കൂ. കുടുംബം പുലർത്താൻ കഴിവുള്ളവനെ ഞാൻ എൻ്റെ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നൊക്കെ പറയില്ലേ? എന്താ? പുലർത്തുക, നിലനിർത്തുക, വിഷ്ണു തത്വം. അപ്പോൾ വിഷ്ണു തത്വമുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് നമ്മൾ സമൃദ്ധിയെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? എന്നാലേ എന്താണ് അത് പ്രപഞ്ചത്തിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ശക്തിവിശേഷമാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനമായി നമ്മൾ പല സ്ഥലത്തും ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്താ പറയുക, ഒരു ഡിലേമയിലായി പോകുന്ന, ഒരു ത്രിശങ്കുവിലൊക്കെ ആയി പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിച്ച് ഡിസിഷൻ എടുക്കേണ്ടത് എന്നാണ് ശരിക്കും പാലാഴി മദനം നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? അസുരന്മാര് അമൃത് തട്ടിയെടുക്കുന്നതും ഗരുഡൻ അത് മോഹിനിക്ക് തിരികെ കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ ഒരിക്കലും മോശം ഗുണങ്ങൾക്ക്, അതായത് നെഗറ്റീവായ ഫാക്ടേഴ്സിന് ഒരിക്കലും തന്നെ പോസിറ്റീവായ ഫാക്ടേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടാവണം. സമൂഹം ഇപ്പം തിന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളും ചെന്ന് ആ ജാഥയിൽ പങ്കെടുക്കരുത്. ഒരു ജാഥയിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ തികച്ചും പങ്കാളികളായി എന്ന് വിചാരിക്കുക ഒരു മൂവ്മെൻറ്റിൽ. പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് നാശത്തിലേക്കുള്ള പോക്കാണ്. എന്നാൽ ഭൂരിപക്ഷം പോവല്ലേ, ഞാനും പോവാണ്ട് ഒറ്റയ്ക്കായി പോവോ ഞാൻ എന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ പോകരുത്. കാരണം എന്താ? നാശം ഒരിക്കലും നിലനിൽക്കില്ല. നകാരാത്മകമായ ശക്തികൾ ഒരിക്കലും നിലനിൽക്കില്ല. സകാരാത്മകമായ ശക്തികൾ മാത്രം, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ആർക്കും നമ്മുടെ അടുത്ത് നിന്ന് നന്മയെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഗരുഡൻ നമ്മൾക്ക് തരുന്ന സന്ദേശം. നന്മകൾക്ക് നിലനിൽക്കാം, തിന്മകൾ ഒരിക്കലും നന്മയെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മോശമായ ഗുണങ്ങളുള്ള ഒരാൾ കാമവികാരങ്ങളാലും ഭൗതികതയിലും എളുപ്പത്തിൽ സംതൃപ്തനാകും. ഇവിടെയാണ് മോഹിനി, അല്ലേ? മോശമായ നെഗറ്റീവായ ഫോഴ്സസ് ആണ് എൻ്റെ ഉള്ളിൽ അധികരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ എളുപ്പം വീഴ്ത്താം. എങ്ങനെ? എനിക്കുള്ള മെറ്റീരിയലിസ്റ്റിക്, അതിൽ കണ്ടിട്ടില്ലേ? ഇപ്പം ഞാൻ ഈ അടുത്തൊരു സിനിമ ഉണ്ടായിരുന്നു, എന്താണ്, ലക്കി ഭാസ്കർ. അപ്പോൾ അതിൽ ഈ നമ്മളെപ്പോഴും ഈ പഠിക്കണതൊക്കെ നമ്മൾ എന്താ പറയുക, ചുറ്റിലും കാണുമ്പോൾ ശ്രദ്ധിക്കണം അതിലൊക്കെ എന്തെങ്കിലും തത്വം ഉണ്ടോ. അപ്പോൾ അതിലെന്താണ് എനിക്ക് മനസ്സിലായ തത്വം എന്താണ്? അതിൽ പഴയ ഒരു കഥ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഹർഷത് മേത്തയുടെ ഷെയർസിൻ്റെ സ്കാം ആയിരുന്നു കഥയുടെ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അയാൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ദാനമായി കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ഇയാൾ ഇതൊക്കെ ആഗ്രഹം, മോഹം, ഇതൊക്കെ വേണമെന്ന് മോഹിച്ച് നടക്കുന്ന ആളാണ്. അങ്ങനെ വേണമെന്ന് മോഹിച്ച് നടക്കുന്ന ആൾക്ക് ആ സാധനം നമ്മൾ കൊണ്ടുകൊടുത്താൽ എന്താവും? അയാൾ തപ്പേന്ന് പറഞ്ഞിട്ട് അവിടെ വീഴും. അങ്ങനെ വീഴുന്നതും അവസാനം അയാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവുന്നതും ഒക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് മോശമായ ഗുണങ്ങൾ ഒരാളുടെ കാമവികാരങ്ങളെ ഉത്തേജിപ്പിക്കും. ഭൗതിക ആവശ്യങ്ങൾ നമ്മൾക്ക് അതിനോടുള്ള താല്പര്യം വർദ്ധിക്കും. അങ്ങനെയുള്ള ആളുകൾ അതിൽ എളുപ്പം സംതൃപ്തി അടയും. മോഹിനിയാകുന്ന മായയാൽ എളുപ്പം കുടുങ്ങി പോകും. അസുരന്മാർക്ക് മോഹിനി എങ്ങനെയാണ് അമൃത് കൊടുക്കാതിരുന്നത്? ഈ പറയുന്ന ഭ്രമത്തിൽ പെടുത്തിയിട്ടാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന പോലെ രാഹുവിൻ്റെയും കേതുവിൻ്റെയാണ്. രഹസ്യമായി അമൃത് കുടിക്കാൻ ശ്രമിക്കുന്നത്, ദേവനായിട്ട് ഫാൻസി ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് അമൃത് കുടിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ അത് സുദർശന ചക്രത്താൽ കൊല്ലപ്പെടുന്നു, അല്ലെ? മോശം ഗുണങ്ങളുള്ള ഒരാൾ എപ്പോഴും അയാളുടെ ഗുണങ്ങൾ, അതായത് മോശം ഗുണത്തിൽ നിന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണിത്. മോശം ഗുണത്തിൻ്റെ വക്താക്കൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അജണ്ട നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ആ അജണ്ടയാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കും. അതായത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ അതൊന്നും ഇങ്ങനെയുള്ള വേദികളിൽ പറയാൻ കാരണം ചില രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ടാണ് ആ എക്സാമ്പിൾസ്. പക്ഷെ വളരെ നല്ല എക്സാമ്പിൾസാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭാരതം എന്ന രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട്
ഇപ്പം ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഉദാഹരണം, കൂടംകുളം ആണവ നിലയ പ്രോജക്റ്റ്. അതെന്താണ്? സൗത്ത് ഇന്ത്യയെ എനർജി ക്രൈസിസിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. ഭാരതത്തിന് വലിയൊരു പ്രോജക്റ്റാണ്, നന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്ത പ്രോജക്റ്റ്. അപ്പോഴെന്ത് ചെയ്തു? ഭാരതത്തിൽ തന്നെ ഉള്ള ഒരു പ്രത്യേക വിഭാഗം ഇതിനെതിരെ സമരം ചെയ്തു. അവർ ഘോരഘോരം ടി വിയിലും അതിലും പ്രസംഗിക്കുന്നത് അവരുടെ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ഇത് കടലിൽ പ്രശ്നമാണ്, ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ട് അവർക്ക് ദൈനംദിന ജീവിത പ്രശ്നമാണ്, അവരുടെ കുടിലുകൾ മാറ്റേണ്ടി വരും, വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടി വരും, ഇങ്ങനെയുള്ള ഒരുപാട് പരിസ്ഥിതിക്ക് പ്രശ്നമാണ്, ഡേഞ്ചറാണ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തി അവർ സമരം ചെയ്യാണ്. എന്നിട്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ഇത് ശരിയാണല്ലോ, എന്തിനാണ് ആ പാവങ്ങളെ ദ്രോഹിക്കുന്നത്? കാലം കുറേ കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെ ഉള്ളുകളികൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതെന്താണ്? ജർമ്മനി എന്ന രാജ്യം ഈ പറയുന്ന ആളുകളിലേക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ സമരങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തു? സമരക്കാർ പറയുന്നത് കേട്ടാൽ നമ്മൾ എന്ത് വിചാരിച്ചു? അവർ പറയുന്നതാണ് ശരി. അപ്പം മോശം ഗുണമുള്ള ഇത് ഈ പറയുന്ന പോലെ ആസുരീകതയുള്ള ഒരാൾ എപ്പോഴും എന്ത് ചെയ്യും? അയാൾ സ്റ്റേജിൽ കയറിയിട്ട് പറയും ഞാനാണ് ശരി, ഞാനാണ് ശരി. പക്ഷെ ഒരിക്കലും അയാൾ അതിൽ വിജയിക്കില്ല എന്നുള്ളതാണ് അമൃത് കട്ട് കുടിക്കാൻ വേണ്ടി വന്ന ഈ പറയുന്ന അസുരൻ നമ്മൾക്ക് തെളിയിച്ചെന്ന്. അങ്ങനെയാണ് രാഹുവും കേതുവും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പം രാഹുവും കേതുവും ചന്ദ്രനെ അകത്തേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് സ്ഥായിയായിട്ട് ചന്ദ്രനെയോ സൂര്യനെയോ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? സത്യം എന്തായാലും മറന്നേക്ക് പുറത്തേക്ക് വരും. നല്ല ഗുണങ്ങളുള്ള ഒരാൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഗ്രഹണ സമയം ഉണ്ടാവും. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം നന്മയിലും സത്യസന്ധതയിലും അടിയുറച്ച് നിൽക്കണം. ഇപ്പം എൻ്റെ വ്യക്തി ജീവിതം എടുത്താൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തികളിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താണോ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയുറച്ച് നിന്നു. ഇന്നും ഞാൻ ഡിപ്രഷനിൽ ഇല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ എനിക്ക് ക്ഷമ പാലിക്കാൻ വേണ്ടി പറ്റി. കാലചക്രത്തിൻ്റെ സ്വാധീനം കൊണ്ട്. ആ കാലം ഏകദേശം ഒരു 4-5 വർഷം ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി ഒരു 3 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഒരു 4 വർഷം അതിൻ്റെ ആഫ്റ്റർ മാത്സ് ആയിട്ട് ഒരു 4 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു. അതിൽ കഠിനമായി 2-3 വർഷം കഠിനമായി 2 വർഷത്തോളം കഠിനമായി ഞാൻ അത് അനുഭവിച്ചു. പക്ഷെ ആ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ജ്യോതിഷമൊക്കെ എടുത്താൽ പറയും രാഹുവിൻ്റെ അപഹാരം, കേതു, ഇത് രണ്ടും വളരെ മോശമാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. എന്താണ്? നമ്മൾക്ക് ജീവിതത്തിൽ എത്ര നന്മയോട് ജീവിക്കുന്ന നമ്മൾക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരും, പ്രതിസന്ധി ഘട്ടങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമ്മളെ ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമെന്നുള്ള ടെസ്റ്റിംഗ് ആണ് ആരുടെ? ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ. ആ സമയത്ത് നമ്മൾ ക്ഷമ പാലിച്ച് കാലമാകുന്ന ആ ടൈം ഫ്രെയിം കൊടുക്കണം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ 4-5 വർഷങ്ങൾ, സത്യം പറഞ്ഞാൽ 4-5 ഓൾമോസ്റ്റ് ഒരു 14 ഇയേഴ്സ് ഞാൻ എടുത്തു എന്ന് പറയാം ആ സ്ട്രഗിൾസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ അന്നും ഹാപ്പിയാണ്, ഇന്നും ഹാപ്പിയാണ്. പക്ഷേങ്കിൽ എനിക്ക് ചുറ്റിലുള്ള ആൾക്കാർ സങ്കടപ്പെട്ടു പോയി എൻ്റെ ഈ ഒരു പതനം കണ്ടിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ എൻ്റെ ഇച്ഛാശക്തിക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. വീണ്ടും വീണ്ടും ഞാൻ ഓരോ പ്രവൃത്തിയിലേക്ക്, പുതിയ പുതിയ തലങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്തത്. ആളുകൾ എന്നെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിന് കീഴടങ്ങിയിട്ടില്ല. അപ്പം എന്താണ് അതിന് പറഞ്ഞത്? രാഹുവും കേതുവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവർ ചന്ദ്രനെയും സൂര്യനെയും തന്നെ വിഴുങ്ങുന്ന ആൾക്കാരാണ്. ജീവിതത്തിൻ്റെ ഈ പറയുന്ന 2 പ്രകാശങ്ങളെയും വിഴുങ്ങിയിരിക്കും. നമ്മൾ ആകെ ഇല്ലാണ്ടായി പോകും. പക്ഷെ ആ സമയത്തും എന്തുണ്ടാവണം? ഒരു നന്മയുള്ള ആളുകൾ വേണ്ടത് എന്താണ്? ഈ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നന്മയിലും സത്യസന്ധതയിലും അടിയുറച്ച് നിങ്ങൾ നിൽക്കണം. ആ സമയത്ത് അതിൽ ക്ഷമ പാലിച്ച് കൊണ്ട് നിന്ന് ആ ടൈം ഫ്രെയിം കടന്നു പോവാനുള്ള ശ്രമം നടത്തുക. അത് നിങ്ങളിലുള്ള ആ ഈശ്വരീയത കൊണ്ട് ഈ തടസ്സങ്ങളെല്ലാം ക്രമേണ നീങ്ങും. ഇതാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പാലാഴി മദനം ഏകദേശം ഇതിൻ്റെ തത്വങ്ങളും അതിലുള്ള ഓരോ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിട്ടും, അതിൽ ഞാൻ പറയാൻ ബാക്കി വെച്ച കുറച്ച് കഥാപാത്രമുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. മഹാലക്ഷ്മിയെ കുറിച്ചിട്ടും കാമധേനുവിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. ധന്വന്തരിയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് നമ്മൾ ഇനിയും ചെയ്യും. മഹാലക്ഷ്മി ഉപാസനയൊക്കെ നമ്മൾ വരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പൂജയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരും.
അപ്പോൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ ഞാൻ തൊട്ടിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഇതിൻ്റെ ക്രമം നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ശബരിമല ഈ ഒരു ആചാരത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഈ അതിരാവിലെ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ ഉറക്കളച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയ സമയമൊക്കെ മാറ്റി വയ്ക്കുന്നതിൽ വലിയ സന്തോഷം. അയ്യപ്പൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും ശാന്തിയും ഒക്കെ കൊണ്ടുതരട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.